ഈ സ്ഥലം ഒന്ന് നോക്കിച്ചു. ഇവിടെ ഒരു കഥ പറയാനുണ്ട്. ഓക്കെ, ഇതാണ് മുതുകാട്ടിലോട്ടുള്ള വഴി. ഇത് നമ്മുടെ പടത്ത് പോവാണ്. അവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ നടുന്നുണ്ട്. ഭക്ഷണം മേടിക്കുക, എത്ര പേർക്ക് എന്തൊക്കെ മേടിക്കണം എന്ന് അറിയാൻ വേണ്ടി പോവുക. വില്ലേജ് ഡയറീസ്, മുതുകാട് ഡയറീസ്, നിതീഷ് മുതുകാട് ഫ്രം പാലക്കാട് ജില്ല, കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പരപ്പന നിയോജക മണ്ഡലം, 9ാം വാർഡ്. ഐ ആം എ കാൻഡിഡേറ്റ് ഓഫ് ലോക്കൽ ഇലക്ഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. ക്യാമറയാണ് ചിഹ്നം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ്സ്. ഓക്കെ, ഇതവിടെ അവർ നടുന്നുണ്ട്. അപ്പോൾ കണ്ണാടിയുടെ ജനാധിപത്യ ഭാവിക്ക് വേണ്ടി എനിക്ക് വോട്ട് ചെയ്യാം. എതിരാളികൾ ഭയങ്കര പൈസക്കാരാണ്, വലിയ സംഘടനക്കാരാണ്, ആൾക്കൂട്ടാണ്. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെയും വിവരാവകാശ പ്രവർത്തകനാണ്. അപ്പോൾ നിയമം പഠിച്ചതും രേഖയാണ് സർക്കാർ എന്നുള്ളതൊക്കെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഒരു ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ എൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തോട്ടൊക്കെ ഉണ്ട്. ഈ ഇലക്ഷനിൽ മത്സരിച്ച എല്ലാ ആളുകളും ചേർന്നിട്ട് ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണല്ലോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലത്, അതായത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി, ഒരു ഡിസ്കഷൻ, നമ്മൾ സ്റ്റാൻഡിങ് കമ്മിറ്റികളെ മോണിറ്റർ ചെയ്യുക, അങ്ങനെ അതായത് സകർമ്മ സൈറ്റിൽ ഇവർ ഭരണസമിതി യോഗങ്ങൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറയുക. അങ്ങനെ ഒരു പബ്ലിക്കിൻ്റെ സിറ്റിസൺ മോണിറ്ററിങ് നമ്മുടെ ഈ പ്രാദേശിക ഭരണകൂടമായിട്ടുള്ള ഈ സംവിധാനത്തെ നമ്മൾ നിരീക്ഷിക്കണം, നിയമപരമായിട്ട് നിരീക്ഷിക്കണം. അവരുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ നമ്മൾ അവർ നിയമം പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും കരാറുകാരെയൊക്കെ മര്യാദയ്ക്ക് പഠിപ്പിക്കും. മര്യാദയല്ല, നിയമപരമായിട്ട് അവർ പണിയെടുത്താൽ മതിയേ. പഞ്ചായത്തിനകത്ത് സെക്ഷൻ 4 നടപ്പാക്കണം, വിവരാവകാശ നിയമത്തിൻ്റെ. വേർതിരിക്കുന്നവരോടും ഈ നാട്ടിലെ വോട്ടർമാർ ജനാധിപത്യ രീതിയിൽ മറുപടി പറയുമെന്ന് ഉറപ്പുണ്ട്. ഡിസംബർ 11 നടക്കുന്ന വോട്ടെടുപ്പിൽ നോക്കാം. ഭക്ഷണം എത്ര പോയിട്ടുണ്ട്? ഓ, ഞാൻ ലൈവിലാണ്, പിന്നെ പറയാം. പൈസ എൻ്റെ ഉണ്ട്. ഓക്കെ, പുറകിൽ കോൺഗ്രസ് ജനാധിപത്യം എന്നൊക്കെ പറയണം. ഓക്കെ, എൻ്റെ പ്രകടന പത്രിക ഞാൻ ഒന്ന് പബ്ലിക്കാക്കും. എല്ലാവരും അത് വായിക്കണേ. അതിൽ നിങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കമൻറ്റ് ചെയ്യണേ. പറ്റുമെങ്കിൽ എന്നെക്കുറിച്ചോ ഇല്ലെങ്കിൽ ഞാൻ ഈ മെമ്പർ തിരഞ്ഞെടുപ്പ്, ഈ ഗ്രാമസഭാ മെമ്പർ എന്നുള്ള വാക്കിൻ്റെ ഒരു ആശയതലം ഉണ്ടല്ലോ, അത് ഡെപ്ത് ചോരാതെ നമുക്ക് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം. ഒരു 20 ഗ്രാമസഭകൾ 5 വർഷത്തിൽ മര്യാദയ്ക്ക് ഞായറാഴ്ചകളിൽ കൂടിയാൽ മതി. ഓരോ വാർഡിനകത്തും ഒരു 15-20 പേര് അടങ്ങുന്ന ഒരു ചെറിയ യങ് സംഘം. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1700 രൂപയാണ്. അത് വാങ്ങുകയും വായിക്കുകയും, ഗ്രാമസഭയുടെ കിലയിലുള്ള പരിശീലന പുസ്തകമുണ്ട്. ഗ്രാമസഭ എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടതെന്നുണ്ട്. അത് വായിച്ച് പഠിച്ച്, പഞ്ചായത്ത് രാജ് ആക്ട് പഠിച്ച്, സേവനാവകാശ നിയമം പഠിച്ച്, പഞ്ചായത്തിനകത്ത് ഇപ്പോൾ ഗ്രാമസഭയ്ക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കലുങ്ക്, ഇത്ര മീറ്റർ കലുങ്ക്, ഇത്ര തിക്നെസ്, ഇത്ര രീതിയിൽ കാടക്കനാൽ കെട്ടണം എന്നുള്ള നിർദ്ദേശമായിട്ട് നമ്മൾ പോകണം. DPR ആണ് ഫൈനൽ ഡോക്യുമെൻ്റ്. ആ DPRനകത്ത് നമ്മുടെ ഗ്രാമസഭ, നമ്മുടെ വാർഡിൻ്റെ അകത്ത് വേണ്ട വികസനങ്ങൾ, നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ, പരാതികളൊക്കെ DPRൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇൻഫോംഡ് സിറ്റിസൺ ആയിട്ടുള്ള, നമ്മൾ ഉത്തരവാദിത്തമുള്ള പൗരനായിട്ടുള്ള നമ്മൾ എഴുതി കൊടുക്കണം. ഇത് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും ആ ഒരു പെർസ്പെക്റ്റീവിൽ വികസനത്തെ നോക്കിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ഗ്രാമസഭാ മെമ്പർ എന്ന ഞാനും നിങ്ങൾ അടങ്ങുന്ന മനുഷ്യർ
എങ്ങനെയാണ് നമ്മുടെ നാടിനകത്ത് ഈ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള അവസ്ഥയ്ക്കകത്ത് ഇങ്ങനത്തെ ബ്യൂറോക്രസിയെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇൻപുട്ട് നൽകേണ്ടതെന്നൊരു ചോദ്യമാണ്. കേരളം ചർച്ച ചെയ്യേണ്ട ചോദ്യം അത്. അപ്പോൾ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ഞാൻ ഒരു ലൈവിൽ ക്ലാരിഫൈ ചെയ്യും. എൻ്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും മൊത്തത്തിൽ. അപ്പോൾ അഭിപ്രായ രൂപീകരണമാണല്ലോ ജനാധിപത്യം. ആശയ സംവാദങ്ങളും ഒക്കെയാണല്ലോ നടക്കേണ്ടത്. ഇല്ലാണ്ട് തല്ലാനല്ലല്ലോ വരേണ്ടത് ഇവർ. അതൊരു ഗുണ്ടായിസം പരിപാടിയല്ലേ തല്ലുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ ജനാധിപത്യപരമായിട്ട് നമ്മുടെ അവകാശത്തെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ നിലവിലുള്ള സംവിധാനത്തിൽ തൃപ്തരല്ല. ഞാൻ ജീവിക്കുന്ന എൻ്റെ ഇടത്തെ മെച്ചപ്പെടുത്താൻ ഞാൻ കൂടെ എന്തെങ്കിലും ചെയ്യണം എന്നാണ് കരുതണം. ദാറ്റ്സ് എ റിക്വസ്റ്റ്. ജനാധിപത്യ മര്യാദ കാണിക്കണം എല്ലാവരും. ഓക്കെ, അവിടെ ട്രാക്ടർ കുടുങ്ങിക്കിടക്കാണ്. ഞാൻ പോയി നോക്കട്ടെ.